ഇത് ഹിറ്റ്സ് മാത്രം ഗണിച്ച് ഇതേപോലെ ഇത് ഹിറ്റ്. ഒരു കൊല്ലം 3 ഹിറ്റും പിന്നെ ഇടയ്ക്ക് EMI പടവും EMI പടങ്ങളും അല്ലേ? EMI എന്നാലും കുറവാ. EMI കുറവോ? EMI ആണ് കൂടുതൽ. ശരിക്കും അതിന്റെ ഇതേപോലെ തന്നെ ഗണിച്ച് അങ്ങനൊന്നുമില്ല. ഇത് എന്താ പറയാ, നമ്മൾ 10-30 കൊല്ലം സിനിമയിലുണ്ടായിരുന്ന ആളല്ലേ. 30 കൊല്ലമായിട്ട് സിനിമയിലുണ്ട്. ആ സിനിമയിലുണ്ടായിട്ട് ഇപ്പോൾ 2000 റോഷാക്ക് കഴിഞ്ഞപ്പോഴായിരിക്കാം നമുക്ക് പറ്റുന്ന കുറച്ച് വേഷങ്ങളിലേക്ക് നമ്മളെ ആലോചിച്ച് തുടങ്ങിയത് തന്നെ. ദൈവാനുഗ്രഹം കൊണ്ട് ആ പടങ്ങളൊക്കെ നന്നായി ഓടുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതൊരു ഇവിടെ എന്ത് പറയുന്നു, നിഹാൽ ഭയങ്കര ഇത്ര സൈലന്റ് ആണോ? നമ്മള് സ്ക്രീനിലും ഈ വീഡിയോസിൽ കാണുമ്പോ ഇങ്ങനെ ഇവനപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. അടുത്തിരുത്താത്തോണ്ടാണോ നിങ്ങളെ രണ്ടുപേരും? അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. കേട്ടോ, വെറുതെ പറയാം. ബുദ്ധി കൊണ്ട് ഇത് ശ്രീനിവാസ് മറ്റേ കൗണ്ടർ പറയണോ? എന്തെങ്കിലും പറയും. ഇപ്പൊ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ സെറ്റില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരൊക്കെ ഒബ്സർവ് ചെയ്തു? അവനൊരു നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, അവന് തെങ്ങിന്റെ മുകളിൽ കയറ്റി. അത് കുറെ കഴിഞ്ഞപ്പോ എന്റെ തുടയൊക്കെ വരഞ്ഞ ഒരു വല്ലാത്ത പടിവ്. അപ്പൊ നല്ല ഒബ്സർവേഷൻ ആയിരുന്നു. ചേട്ടാ എന്നെ പെട്ടെന്ന് ഇറക്കും പറഞ്ഞിട്ട് കരിക്കൊക്കെ വന്നു. ഭയങ്കര സ്നേഹം. ഇങ്ങനെ ഒരു സെറ്റിൽ ഇപ്പൊ കാണുന്നതിന് മനസ്സിലാവും ഭയങ്കര സ്നേഹമുള്ള ഒരു സെറ്റായിരുന്നു. ലവബിൾ ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളൊക്കെ. അല്ലെ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇന്നലെ തീർക്കാൻ പറ്റുള്ളൂ. നിന്നെ പറ്റി വേറെ മാർഗമില്ല. ആരും ഓർമ്മിട്ട് കാര്യമില്ല. ഈ നമ്മുടെ പേരുകൾ ഇപ്പൊ നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സ്പെല്ലിംഗ് മാറ്റി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും. അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചിരുന്നു. പേരിന്റെ സ്പെല്ലിംഗ് ചില പേരുകൾ മാറ്റും, അപ്പൊ നമുക്ക് ഭാഗ്യം വരും. ചിലപ്പോ സിനിമയിൽ വരുമ്പോ ഇപ്പൊ എന്റെ പേര് ഞാൻ ചെയ്ത പടങ്ങളൊക്കെ എന്ത് പേരിട്ട് ചെയ്താലും ചിലപ്പോ മൊത്തം ലെറ്റർ മാറ്റിയാലും സത്യം ഞാൻ ആലോചിക്കുന്ന ഒരു പേരും പറയാണ്ട്. പക്ഷെ ധ്യാൻ ചേട്ടന്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്റർവ്യൂവിന് ഒരുപാട് കഥകൾ കഴിഞ്ഞല്ലോ. ഇനി ധ്യാൻ ചേട്ടൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഏത് കഥയാണ്? അതുണ്ട്. പക്ഷെ ഇത് ഞങ്ങളിലല്ല, ഇതിന്റെ ബാനർ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ, ഇതിന്റെ ഡയറക്ടേഴ്സില് ഒക്കെ ഞങ്ങൾക്ക് രാഹുല്, ഇന്ദ്രനീൽ രണ്ടുപേര്. പിന്നെ നിങ്ങള് ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ ഒക്കെ ആയ സ്ഥിതിക്ക് ഇപ്പൊ അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സിനിമക്ക് ഒരു പേരിടാനാന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഏത് പേരിടും എന്നൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഭയങ്കര ഏറ്റവും കൂടുതൽ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് നല്ല പേരല്ലേ? ഇത് നല്ല പേരാണ്. ഇതുവരെ ആദ്യം ഉജ്ജ്വല ചരിതം എന്നായിരുന്നു ടൈറ്റിൽ. ആദ്യത്തെ ടൈറ്റിൽ ഏതാ? അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ഈ പോലീസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ് നിങ്ങളുടെ രണ്ടുപേരും. അതെങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളൊരു ടീമാണ്. ഞാൻ അച്ഛന്റെ ക്യാരക്ടറാണ്. ധ്യാന്റെ അച്ഛനായിട്ടാണ് ഞാൻ. എന്റെ ടീമിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്റെ ടീമിനെ അവിടെ ഇവരെല്ലാം ഒരു ടീമാണ്. ഞങ്ങള് 1, 2, 3, 5 പേര് ഞങ്ങളൊരു ടീമാണ്. പുള്ളി ഒറ്റയ്ക്കാ. 2 പേരുണ്ട്. അദ്ദേഹം പോലീസാണ്, SI ആണ്. പക്ഷെ കാര്യമില്ല, ഇവരുടെ ടീമാണ്. ഇവര് ഒരു ടീമാണ്. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിബ്രാസും ഷാബാസും, അവരുടെ 2 ക്യാരക്ടേഴ്സ്. ഒറ്റക്ക് വന്നവനാണെന്നൊക്കെ അവരെയും കൂട്ടിട്ട് വന്നത് വലിയ കാര്യമൊന്നുമില്ല. അവന്മാര് പുള്ളി വിട്ട് കാര്യമുണ്ട് പടത്തി. അറ്റ്ലീസ്റ്റ് എനിക്ക് ടീമെങ്കിലും ഉണ്ട്. ആ ടീമിലാടെ നീ മറക്കല്ലേ.